DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിച്ചു. മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകാർക്ക് മെയ് മാസത്തിൽ ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങളും അറിഞ്ഞിരിക്കേണ്ട പ്രധാന റേഷൻ അറിയിപ്പുകളുമാണ് ഷെയർ ചെയ്യുന്നത്. ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. സംസ്ഥാനത്തെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിതരണം ഒരുമിച്ച് പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 4 മുതൽ ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിതരണം ആരംഭിച്ചിരുന്നു. ഏപ്രിൽ 30 വരെയാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്തുണ്ടാവുക എന്നായിരുന്നു അറിയിപ്പിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ചൊവ്വാഴ്ച വരെ ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ്. അതായത് മെയ് 5-ാം തീയതി വരെ ഏപ്രിൽ മാസത്തെ റേഷൻ ഇതുവരെ വാങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. മെയ് 6 ബുധൻ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. മെയ് 7-ാം തീയതി മുതൽ ഏപ്രിൽ 4-ന് ആരംഭിച്ചിരുന്ന മെയ് മാസത്തിലെ റേഷൻ വിതരണം തുടരുന്നതാണ്. മെയ് മാസത്തിലെ റേഷൻ വിഹിതം ഏപ്രിൽ മാസത്തിൽ മുൻകൂറായി വാങ്ങാത്തവർക്ക് മെയ് 30 വരെ വാങ്ങാം. മെയ് മാസത്തിൽ AAY മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കും. നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ അധിക വിഹിതമായി 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. വെള്ളക്കാർഡിന് 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. നീല വെള്ള കാർഡുകാർക്ക് അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. NPI ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതോടൊപ്പം അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് പരമാവധി 1 കിലോ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളിലെ മണ്ണെണ്ണ വിഹിതവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകാർക്ക് 5 ലിറ്റർ മണ്ണെണ്ണയുമാണ് ഈ 3 മാസത്തേക്ക് ലഭിക്കുക. മറ്റൊന്ന്, കേരളത്തിലെ 6 ലക്ഷത്തോളം ദരിദ്ര കുടുംബങ്ങൾക്ക് അവരുടെ മഞ്ഞ റേഷൻ കാർഡ് വഴി റേഷൻ കടയിലൂടെ ലഭിച്ചിരുന്ന പഞ്ചസാരയുടെ വിതരണം നിലച്ചിരിക്കുകയാണ്. അന്ത്യോദയ അന്നയോജന പ്രകാരം റേഷൻ വിതരണത്തിൽ നിന്ന് പഞ്ചസാര താൽക്കാലികമായി പിൻവലിച്ചതാണ് ദരിദ്ര കുടുംബങ്ങൾക്ക് തിരിച്ചടിയായത്. ഇതനുസരിച്ച് മഞ്ഞ കാർഡ് ഉടമകൾക്ക് കിലോയ്ക്ക് 27 രൂപ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തുവന്ന പഞ്ചസാര ഇ-പോസ് സംവിധാനത്തിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഇതോടെ റേഷൻ കട ഉടമകൾക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിലും പഞ്ചസാര വിതരണം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പഞ്ചസാര വിതരണത്തിന് സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കാത്തതിനാൽ വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചതായി സിവിൽ സപ്ലൈസ് വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനത്തെ 6 ലക്ഷത്തോളം AAY കുടുംബങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. റേഷൻ കാർഡ് ഉടമകൾക്ക് ഓരോ മാസവും റേഷൻ വിഹിതത്തിനൊപ്പം തന്നെ സപ്ലൈകോയിൽ നിന്ന് ഓരോ റേഷൻ കാർഡിനും 13 സബ്സിഡി സാധനങ്ങളും കൈപ്പറ്റാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.